ഹായ്, നമുക്കിന്ന് അറബിക് സ്റ്റൈൽ ചിക്കൻ മന്തി ബിരിയാണി തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മന്തി റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ ഇത് നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ സാധാരണ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്ന പാടൊന്നും ഇല്ല ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കൂടാതെ നല്ല ടേസ്റ്റിയുമാണ്. ഇതിൻ്റെ കോമ്പിനേഷൻ അറബിക് സ്റ്റൈൽ ടൊമാറ്റോ ചട്നിയാണ്. അത് ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് മന്തിക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിക്ക് പകരം 1 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്താലും മതി, 1 ടേബിൾ സ്പൂൺ സാജീരകം, 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയുടെ പൊടി ചേർക്കാനില്ലെങ്കിൽ അത് ചേർക്കണ്ട. ബാക്കിയെല്ലാം പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ചിക്കനിൽ പുരട്ടുന്ന സമയത്ത് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി അരച്ചത് ചേർത്താൽ മതി, 4 ഏലക്ക, 8 ഗ്രാമ്പു, 2 ഈ വലിപ്പമുള്ള പട്ട. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. കറുത്ത ഏലക്ക ഉണ്ടെങ്കിൽ 1-2 കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാം. മന്തി ബിരിയാണിക്ക് സാധാരണ വലിയ കഷ്ണങ്ങളായിട്ടാണ് ഇറച്ചി എടുക്കാറ്. ഞാനിവിടെ 2 ചിക്കൻ്റെ കാലാണ് എടുത്തിരിക്കുന്നത്. മസാലയൊക്കെ നല്ലപോലെ പിടിച്ചു വരാൻ വേണ്ടിയിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. തൊലിയോട് കൂടിയുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. ഇതിലോട്ട് 4 പച്ചമുളകും 8 വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് അരച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എൻ്റെ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ അരഞ്ഞ് കിട്ടില്ല, അതുകൊണ്ടാണ് കുറച്ച് വെള്ളം കൂടിപ്പോയത്. അപ്പോൾ നിങ്ങളുടെ മിക്സിയിൽ വെള്ളം ചേർക്കാതെ അരഞ്ഞ് കിട്ടുമെങ്കിൽ അങ്ങനെ തന്നെ അരച്ച് ചേർക്കുക. 8 കുങ്കുമപ്പൂവ് 1/4 കപ്പ് ഇളം ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 2 ടീസ്പൂൺ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ബാക്കി നമുക്ക് ചോറ് വേവിക്കുമ്പോൾ എടുക്കാം. അപ്പോൾ പൂവില്ലെങ്കിൽ കുഴപ്പമില്ല, അത് ചേർക്കണ്ട. സാധാരണ മന്തി ബിരിയാണി വയ്ക്കുമ്പോൾ അവരിത് ചേർക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടെ കൂടും. ഇപ്പം നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് 1 മണിക്കൂർ മസാലയൊക്കെ പിടിച്ചു വരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. 1 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കണം. ഞാൻ ഈ പാത്രത്തിൻ്റെ 1/4 ഭാഗം വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ പീസ് ആവി കയറ്റാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. ഈ ബാക്കി വന്ന മസാല കളയരുത്. ഇത് നമുക്ക് ചോറ് വേവിക്കുമ്പോൾ എടുക്കാം. ഇനി ഇത് 45 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കാം. 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് ചിക്കൻ വേവിച്ച സ്റ്റോക്കാണ്, ഇത് കളയരുത്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇനി അരി വേവിച്ചെടുക്കുന്നത്. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് എണ്ണ ചൂടാക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യരുത്. മീഡിയം തീയിലിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. താഴെ ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കന് അധികം വേവൊന്നുമില്ല. നമ്മളിത് ആവിയിൽ നേരത്തെ നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. ഇതുപോലെ താഴ്ഭാഗം ആയി വരുമ്പോൾ നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഈ എണ്ണയിലോട്ട് നമുക്ക് ഒരു 15 ബദാം ഇട്ട് കൊടുക്കാം. 15 ബദാം തന്നെ ഇടണമെന്നൊന്നുമില്ല, ഒരു 8-10 ബദാം ഇട്ടാലും മതി. ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കൂടുതൽ ഇട്ടത്. ഇനി ഈ എണ്ണയിലോട്ട് 4 ഗ്രാമ്പു, 3 കറുകയില, ഒരു ചെറിയ കഷ്ണം പട്ട, ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലോട്ട് നമുക്ക് 2 സവാള നല്ല ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇനി ഇതിലോട്ട് നേരത്തെ ചിക്കനിൽ പുരട്ടി വെച്ച മസാല കൂടി ചേർത്ത് കൊടുക്കും. അപ്പോൾ അതിൽ ഉപ്പ് കാണും. പിന്നെ സ്റ്റോക്കും ചേർക്കാൻ പോവുകയാണ്. അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് കുറച്ച് ഉപ്പ് മാത്രം ഇപ്പം ചേർത്താൽ മതി. ആവശ്യമുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ സ്റ്റോക്ക് ഒഴിക്കുമ്പോൾ അളന്നിട്ട് വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട്. 1 കപ്പ് അരിക്ക് 1/4 കപ്പിനേക്കാളും കുറച്ച് കൂടുതൽ വെള്ളമാണ് വേണ്ടത്. അപ്പോൾ വെള്ളം കൂടുതലായി പോയാൽ അരി വെന്ത് ഉടഞ്ഞു പോവും. സവാള ഒന്ന് നിറമാറി വരുമ്പോൾ ഒരു പച്ചമുളക് അരിഞ്ഞത് ചേർക്കാം. ഒരു വലിയ പഴുത്ത തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ചിക്കനിൽ പുരട്ടി വെച്ചിരുന്ന മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം സ്റ്റോക്ക് ഒന്ന് അളന്നൊഴിക്കുക. എന്നിട്ട് ബാക്കി ആവശ്യമുള്ള സാദാ വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് ഏകദേശം 3.5 കപ്പോളം വെള്ളം വേണ്ടി വരും. 1 കപ്പിന് 1.25 കപ്പ് വെള്ളമാണ് വേണ്ടത്.
ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പിനേക്കാളും കുറച്ച് കൂടുതൽ നിൽക്കണം, എന്നാലേ അരി വെന്ത് വരുമ്പോൾ പാകത്തിന് ഉപ്പ് ആവുള്ളൂ. ബാക്കിയുള്ള കുങ്കുമപ്പൂവിൻ്റെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം തിളച്ച് വരുമ്പോഴേക്ക് ഇതിലോട്ട് അരി ചേർത്ത് കൊടുക്കാം. അരി ഞാൻ കുതിർത്തൊന്നും വെച്ചിട്ടില്ല, ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതേ ഉള്ളൂ. ഇനി ഇത് അടച്ചു വെച്ച് മീഡിയം തീയിലിട്ടിട്ട് വേവിച്ചെടുക്കാം. വെള്ളം ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട്, ഇനി കുറച്ചും കൂടി വറ്റാനുണ്ട്. അരി പക്ഷെ 3/4 വേവേ ആയിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രം അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ദം ചെയ്തെടുക്കാം. ഏകദേശം 30 മുതൽ 45 മിനിറ്റ് വരെ ഇത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ അരി നന്നായിട്ട് വെന്തും വരും, ഇതിലെ വെള്ളമൊക്കെ കംപ്ലീറ്റ് വറ്റിപ്പോവും. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ചോറ് ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ വെച്ച് കൊടുക്കുക. വറുത്ത ബദാം വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. അപ്പം വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ബദാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ റെസിപ്പി നല്ല എളുപ്പമല്ലേ? അപ്പോൾ ഈ വരുന്ന ഇതിനെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. റെസിപ്പി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.